ജിദ്ദയിലെ സ്പാനിഷ് സൂപ്പർ കപ്പ് സമ്മാനദാന ചടങ്ങാണ് വേദി. ജേതാക്കളായവരും റണ്ണേഴ്സപ്പായവരും പരസ്പരം ഗാർഡ് ഓഫ് ഓണർ നൽകുന്ന ഒരു രീതി ഈ ടൂർണമെന്റിനുണ്ട്. മത്സരത്തിലെ തോൽവിക്ക് ശേഷം ആ ആചാരത്തിനായി കാത്തുനിൽക്കുകയാണ് റയൽ കോച്ച് സാബി അലോൺസോ. പക്ഷേ കിലിയൻ എംബാപ്പെ കോച്ചിനോട് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കേണ്ടെന്നും തിരിച്ചു വരണമെന്നും ആംഗ്യം കാണിക്കുന്നു. ആദ്യം ഒന്നും അടിച്ചെങ്കിലും സാബി എംബാപ്പെ അനുസരിച്ച് തിരിഞ്ഞു നടക്കുന്നു. സാബി അലോൺസോ എന്ന മാനേജർക്ക് തൻ്റെ ടീമിൽ എത്ര സ്വാധീനമുണ്ട് എന്നതിൻ്റെ ഉദാഹരണമായാണ് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. മണിക്കൂറുകൾക്ക് ശേഷം ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് സാബി റയലിന് പുറത്തേക്കെന്ന വാർത്തയും പരന്നു. അപ്പോൾ റയലിൽ നിന്നും ഇനി ഉത്തരം കിട്ടേണ്ടത് രണ്ട് ചോദ്യങ്ങൾക്കാണ്. ഒന്ന്, എന്തുകൊണ്ട് സാബി അലോൺസോ ബൈ പറഞ്ഞു പോകുന്നു? രണ്ടാമത്തേത്, ആരാണ് ഈ പകരം വരുന്ന അൽവാരോ അർബലോവ? റയൽ കോച്ച് എന്ന ഹോട്ട് സീറ്റ് അയാൾക്ക് താങ്ങാൻ പോകുന്നതാണോ? പരിശോധിക്കാം. സാബി അലോൺസോ ബേണബ്യൂവിന് അയാൾ അറിയാത്ത പേരൊന്നുമല്ല. ജന്മം കൊണ്ട് സ്പെയിനിലെ ബാസ്ക് പ്രവിശ്യയിലാണ് ജന്മമെങ്കിലും കർമ്മം കൊണ്ട് സാബി മാഡ്രിഡുകാരനാണ്. കാരണം 2009 മുതൽ 2014 വരെയുള്ള റയലിൻ്റെ നിർണായക കാലത്ത് സാബി റയൽ എഞ്ചിനുകളിൽ ഒരാളായി ഉണ്ടായിരുന്നു. 2022 ബയർ ലെവർക്യൂസൺ പരിശീലക സ്ഥാനം ഏറ്റെടുത്തതു മുതൽ സാബി റയലിൻ്റെ റഡാറിലുണ്ട്. നൂറ്റാണ്ടിലേറെ നീണ്ട കാത്തിരിപ്പിനൊടുക്കം ലെവർക്യൂസനെ ആദ്യമായി ബുണ്ടസ്ലീഗ ചാമ്പ്യന്മാരാക്കിയതും അവിശ്വസനീയമായി അൺബീറ്റൻ റൺ നടത്തിയതും സാബിയെ ലോകമാകെ താരമാക്കി. റയലിൽ കാർലോ ആഞ്ചലോട്ടിയുടെ കാലം അവസാനിച്ചെന്ന് തോന്നിത്തുടങ്ങിയതു മുതൽ സാബി ബേണബ്യൂവിലേക്ക് വരുമെന്ന് അണിയറ സംസാരങ്ങളും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ലിവർപൂളും ഓപ്ഷനായി ഉണ്ടായിരുന്നുവെങ്കിലും അധികം ഡ്രാമക്കൊന്നും നിൽക്കാതെ സാബി പെരസിന് കൈകൊടുത്തു. റയലിൽ പുതുയുഗത്തിന് തിരികൊളുത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട സാബി വിചാരിച്ചതിനും വേഗത്തിലാണ് ബേണബ്യൂവിൽ നിന്നും മടങ്ങുന്നത്. സൂപ്പർ കോപ്പയിൽ ബദ്ധവൈരികളായ ബൈസയോട് 3-2 പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് സാബി പുറത്തേക്കെന്ന സ്റ്റേറ്റ്മെന്റ് പ്രത്യക്ഷപ്പെടുന്നത്. മ്യൂച്വൽ അഗ്രിമെന്റ് എന്നാണ് ഒഫീഷ്യലായി പറയുന്നതെങ്കിലും റയലിൻ്റെ അവസാന വാക്കായ ഫ്ലോറന്റീനോ പെരസ് തന്നെയാണ് ഈ തീരുമാനമെടുത്തത് എന്നാണ് റിപ്പോർട്ടുകളെല്ലാം പറയുന്നത്. നവംബർ മാസത്തിലെയും ഡിസംബർ ആദ്യത്തിലെയും റിസൾട്ടുകൾ അപേക്ഷിച്ച് റയൽ ഉണർന്നെണീക്കുന്നു എന്ന തോന്നലുണ്ടാക്കിയ ദിവസങ്ങളാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും 5 തുടർ ജയങ്ങൾക്ക് ശേഷമാണ് ബാഴ്സയോട് സൂപ്പർ കപ്പിൽ തോൽക്കുന്നത്. നഗരവൈരികളായ അത്ലറ്റിക്കോയോടുള്ള സൂപ്പർ കോപ്പ ജയവും റയൽ ബെറ്റിസിനെതിരെ 1-5 ഗോളുകൾക്ക് ചാരമാക്കിയതും ഇതിലുൾപ്പെടും. അഥവാ സാബിയെ പുറത്താക്കാനുള്ള തീരുമാനം നേരത്തെ റയലിൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. ബാഴ്സയ്ക്കെതിരെയുള്ള തോൽവി അതിനെ നിമിത്തമാക്കി എന്ന് മാത്രം. റയൽ ഒരു മാനേജറുടെ ക്ലബ്ബല്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം നക്ഷത്ര പരിവേഷമുള്ള താരങ്ങൾക്കും അവിടെ റോളുണ്ട്. ഫിലോസഫിയോ ടാക്ടിക്കൽ കടുംപിടുത്തമോ ഉള്ള മാനേജറെ റയലിന് ആവശ്യമില്ല. സൂപ്പർ താരങ്ങളെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാനാകുന്ന ഒരു സിസ്റ്റമാണ് റയൽ എക്കാലത്തും തേടിയത്. റയലിൻ്റെ ഈ കൾച്ചറിലേക്കാണ് ലെവർക്യൂസനിൽ വിജയിപ്പിച്ച ഹൈ പ്രസിംഗ് സിസ്റ്റവും മോഡേൺ മാനേജിംഗ് രീതികളുമായി സാബി കടന്നു വരുന്നത്. സാബിയുടെ ടാക്ടിക്കൽ കടുംപിടുത്തങ്ങളോട് റയൽ താരങ്ങൾക്ക് എതിർപ്പുണ്ടെന്ന വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു. പോയ എൽ ക്ലാസിക്കോക്കിടെ സബ് ചെയ്തപ്പോൾ വിനീഷ്യസ് പരസ്യമായി പ്രതിഷേധിച്ചാണ് ഡഗ്ഔട്ടിലേക്ക് മടങ്ങിയത്. ഫെഡറിക്കോ വാൽവേഡെ, കിലിയൻ എംബാപ്പെ എന്നിവരുടെ പേരുകളും സാബിയുമായി ഒത്തുപോകാത്തവരുടെ ലിസ്റ്റിലുണ്ട്. ഡ്രസ്സിംഗ് റൂമിലും പുറത്തും ആഞ്ചലോട്ടി കാലത്തെ വൈബില്ലെന്ന പരാതി വേറെയും. സാബി എല്ലാവരെയും യന്ത്രങ്ങളാക്കി മാറ്റുന്നു എന്നാണ് പ്രധാന വിമർശനം. ഡ്രസ്സിംഗ് റൂമിൻ്റെ പിന്തുണയില്ലാതെ ഒരു മാനേജർക്കും മുന്നോട്ട് പോകാനാകില്ല. സാബിയുടെ പരിഷ്കാരങ്ങൾക്ക് റയൽ മാനേജ്മെൻറ്റിൻ്റെ പിന്തുണയുണ്ട് എന്നായിരുന്നു നേരത്തെ കരുതപ്പെട്ടത്. എന്നാൽ വലിയ മത്സരങ്ങളിലെ തോൽവികൾ മാനേജ്മെൻറ്റിനെയും ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുണ്ട്. ക്ലബ് ലോകകപ്പിൽ PSG-യോട്, ലാലിഗയിൽ അത്ലറ്റിക്കോയോട്, ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂളിനോടും സിറ്റിയോടും, സൂപ്പർ കോപ്പയിൽ ബാഴ്സയോട് എന്നിങ്ങനെ സാബിയുടെ കാലത്ത് ഹൈ പ്രൊഫൈൽ തോൽവികൾ റയൽ ഏറെ നേരിട്ടിട്ടുണ്ട്. പോയ സീസണിലെ തുടർ അപമാനങ്ങൾക്ക് ശേഷം ബേണബ്യൂവിൽ ബാഴ്സയ്ക്കെതിരെ എൽ ക്ലാസിക്കോ വിജയിച്ചത് മാത്രമാണ് ഇതിന് അപവാദം. ലാലിഗയിൽ റയൽ ഇപ്പോഴും ടൈറ്റിൽ റേസിലുണ്ട്. ലീഗ് പാതി പിന്നിടുമ്പോൾ ബാഴ്സയുമായുള്ളത് 4 പോയിന്റ് വ്യത്യാസം മാത്രം. തിരിച്ചുവരാനുള്ള സാധ്യതകൾ ഇനിയും ശേഷിക്കുന്നു. ചാമ്പ്യൻസ് ലീഗിലും കോപ്പ ഡെൽ റേയിലുമെല്ലാം നിർണായക മത്സരങ്ങൾ വരാനിരിക്കുന്നു. ക്ലബിൻ്റെ പേര് റയൽ മാഡ്രിഡ് എന്നായിരിക്കുന്നിടത്തോളം കാലം ലോസ് ബ്ലാങ്കോസിനെ ചാമ്പ്യൻസ് ലീഗിൽ എഴുതി തള്ളാനുമാകില്ല. നിർണായക സമയത്ത് ക്ലബ് ചുമതലയേൽപ്പിക്കുന്നത് അൽവാരോ അർബലോവ എന്ന 42-കാരനെയാണ്. സ്പാനിഷുകാരൻ തന്നെയായ അർബലോവയും സാബിയും തമ്മിൽ ഒരു കണക്ഷനുണ്ട്. ഇരുവരും ഒന്നിച്ച് ആൻഫീൽഡിൽ ലിവർപൂളിനായി പന്തു തട്ടിയതാണ്. തുടർന്ന് 2009 സമ്മറിൽ ഇരുവരും റയലിൽ ഒരുമിച്ചാണ് എത്തിയത്. റയലിൻ്റെ കൾച്ചറും മനസ്സും അറിയുന്നയാൾ തന്നെയാണ് അർബലോവ എന്നതിൽ സംശയമില്ല. റയലിൻ്റെ യൂത്ത് ടീം മുതൽ ആ ബന്ധം തുടങ്ങുന്നു. റയലിൻ്റെ തുവള്ളക്കുപ്പായത്തിൽ 185 മത്സരങ്ങളും കളിച്ചു. റയൽ യൂത്ത് ടീമുകൾക്കൊപ്പമുള്ള മികച്ച കോച്ചിംഗ് റെക്കോർഡാണ് അർബലോവയെ മാനേജ്മെൻറ്റിനെ പ്രിയങ്കരനാക്കിയത്. 2020-21 ഇൻഫാന്റിൽ എ ടീമിനെ ചാമ്പ്യന്മാരാക്കി. അടുത്ത സീസണിൽ കേഡറ്റ് എ ടീമിനെയും ജുവനൈൽ എ ടീമിനെയും പരിശീലിപ്പിച്ചു. 2022-23 സീസണിൽ ജുവനൈൽ എ ടീമിനെ ട്രിപ്പിൾ കിരീടം അണിയിച്ചിട്ടുണ്ട്. 2024-25 സീസണിൽ വീണ്ടും ലീഗ് കിരീടം നേടിയതിന് പിന്നാലെയാണ് റയൽ കാസ്റ്റിയോയുടെ ചുമതല അർബലോവയെ ഏൽപ്പിക്കുന്നത്. 4-3-3 എന്ന ബേസ് സിസ്റ്റമാണ് അർബലോവ റയൽ യൂത്ത് ടീമുകളിൽ നടപ്പാക്കിയിരുന്നത്.
ഹൈ പ്രസ്സിംഗ് ശൈലി തന്നെയാണ് അവിടെ പരീക്ഷിച്ച് വിജയിച്ചത്. ഗ്രീഗൻ പ്രസ്സിംഗ് അഥവാ കൗണ്ടർ പ്രസ്സിംഗ് എന്ന ശൈലിയാണെന്ന് പറയാം. ലിവർപൂളിലെ ക്ലോപ്പ് സ്റ്റൈലിനോട് അടുത്തു നിൽക്കുന്നതാണ് ഈ ശൈലി. ഈ സ്റ്റൈൽ നടപ്പാക്കുന്നതിനായി ട്രെയിനിങ് സെഷനുകളിൽ ഡ്രോൺ ഷൂട്ടിംഗ് വരെ ഇദ്ദേഹം പരീക്ഷിക്കാറുണ്ട്. ടാക്ടിക്സിലേറെ ഇദ്ദേഹത്തിന്റെ ക്യാരക്ടറിലാണ് റയൽ പ്രതീക്ഷ വെക്കുന്നത്. ഒരു റോബോട്ടിക് കോച്ച് എന്നതിലുപരി കളിക്കാരുമായി ഇമോഷണൽ കോണ്ടാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഇദ്ദേഹത്തിനാകുമെന്നാണ് വിവിധ സ്പാനിഷ് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്തിടെ റയൽ നിയമിച്ചതിൽ ഏറ്റവും പ്രൊഫൈൽ കുറവുള്ള പരിശീലകൻ എന്നും അർബിലോവയെ വിളിക്കാം. കാസ്റ്റിയ കോച്ചായിരിക്കെ റയൽ മുഖ്യ പരിശീലകനായി വിളിച്ച മറ്റൊരാൾ സാക്ഷാൽ സിനദിൻ സിദാനായിരുന്നു. ഈ സീസണിലെ പെർഫോമൻസ് നോക്കി ഭാവി തീരുമാനിക്കാമെന്നാകും റയലിന്റെ മനസ്സിലുള്ളത്. സാബിയുടെ ഭാവി ഇനി എവിടെയാകും എന്നതാണ് മറ്റൊരു ചോദ്യം. യുണൈറ്റഡും ലിവർപൂളും സിറ്റിയും വരെയുള്ള അനേകം പേരുകൾ അഭ്യൂഹങ്ങളായുണ്ട്.